ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെക്കുറിച്ചുള്ള വേറൊരു സന്ദർഭമാണ് 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം കണക്കെ ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ നമ. ഒരു രാക്ഷസിയായ ശൂർപ്പണഖയ്ക്ക് ങാ പോലുള്ള 5 അക്ഷരങ്ങൾ ഉച്ചരിക്കാനാകാത്ത അവസ്ഥ ഉണ്ടാക്കിയതും. നക്തഞ്ചരി എന്നാൽ രാക്ഷസി. ജ്ഞാനം കണക്കെ 5 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ങ, ഞ, ണ, ന, മ എന്നീ അനുനാസികങ്ങൾ. ഊനം വരുത്തി, അതായത് മൂക്ക് മുറിച്ചതോടെ അനുനാസിക ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ പറ്റാതായി. രാവണ സഹോദരിയായ ശൂർപ്പണഖയുടെ കഥ വളരെ പ്രസിദ്ധമാണ്. ആ കഥയാണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രാമലക്ഷ്മണന്മാരും സീതയും വനവാസകാലത്ത് പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരെ കണ്ട് കാമാർത്തയായി ശൂർപ്പണഖ സുന്ദരിയായ ഒരു യുവതിയുടെ വേഷമണിഞ്ഞ് മന്ദഹാസത്തോടുകൂടി അവരെ സമീപിച്ചു. അവരോട് തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തി. അവരിരുവരും അവളുടെ അപേക്ഷയെ നിരസിച്ചു. കാമവും ആശാഭംഗവും മൂലം കോപിഷ്ഠയായ അവൾ ഉന്മത്തയായി തൻ്റെ യഥാർത്ഥ സ്വരൂപം, ആ ഭീകരമായ രാക്ഷസ സ്വരൂപം കൈക്കൊണ്ട് സീതാദേവിയെ ആക്രമിക്കാനായി അടുത്തു. ഇത് കണ്ട ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും മുലയുമെല്ലാം ഛേദിച്ചു. മൂക്ക് മുറിഞ്ഞതോടെ അവൾക്ക് അനുനാസിക ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ കഴിയാതായി. അതാണ് 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സംഭവമാണ് അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കി എന്ന്. ശ്രീകൃഷ്ണ ചരിതത്തിൽ ഉൾപ്പെടുന്ന കഥയാണ് കൂനോരുദാസിയുടേത്. മധുരാപുരിയിലെ രാജവീഥിയിലൂടെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദനം മുതലായ കുറിക്കൂട്ടുകൾ പാത്രത്തിലെടുത്ത് നേരിട്ട് വരുന്ന ഒരു കൂനിയായ യുവതിയെ കണ്ടു. അവളുടെ മുഖത്തിനും മറ്റും വളരെ സൗന്ദര്യമുണ്ട്. പക്ഷേ ശരീരത്തിൽ 3 വളവുകളുണ്ട്. അത് കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ ആരാണ്? കുറിക്കൂട്ടുകൾ ആർക്കാണ് കൊണ്ടുപോകുന്നത്? എൻ്റെ പേർ ത്രിവക്ര. കംസന് കുറിക്കൂട്ടുണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടദാസിയാണ് ഞാൻ. അവൾ മറുപടി പറഞ്ഞു. കൃഷ്ണൻ കുറിക്കൂട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ സന്തോഷപൂർവ്വം അത് ശ്രീകൃഷ്ണനും ബലരാമനും നൽകി. അവളിൽ പ്രീതനായ ഭഗവാൻ അപ്പോൾ തന്നെ അവളുടെ അംഗവൈകല്യമെല്ലാം തീർത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ചു. ഭഗവാൻ തൻ്റെ 2 കാലടികൾ കൊണ്ട് അവളുടെ കാലടികളെ അമർത്തി തൻ്റെ വലതു കൈ കൊണ്ട് 2 വിരൽ മലർത്തിപ്പിടിച്ച് അവളുടെ താടിയിൽ ഊന്നി ദേഹത്തെ ഉയർത്തി. ഭഗവാന്റെ സ്പർശനം സിദ്ധിച്ച മാത്രയിൽ ശരീരത്തിലെ വളവ് തീർന്ന് അവയവങ്ങളൊക്കെ വേണ്ടുന്ന പുഷ്ടിയുള്ളവയായി സുന്ദരിയായ ഉത്തമയായ ഒരു സ്ത്രീയായി തീർന്നു. ശൂർപ്പണഖയുടെ കാര്യത്തിൽ അവളെ അംഗവൈകല്യമുള്ളവളാക്കുകയാണ് ചെയ്തത്. എന്നാൽ കുബ്ജയെ അംഗവൈകല്യം പരിഹരിച്ച് സുന്ദരിയാക്കുകയാണ് ചെയ്തത്. പ്രകടമായ ഈ വൈരുദ്ധ്യമാണ് ഇവിടെ എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ചെയ്തത് ഒരാൾ തന്നെയല്ലേ? ഭഗവാനെ, അവിടുത്തെ ലീലകൾ എത്ര വിചിത്രമാണ്. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ജ്ഞാനം കണക്കെയുടൻ 5 അക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുപത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ